Welcome to Fira Basmati Rice Biryani Queen, powered by Willy White Toothpaste. അങ്ങനെ നമ്മുടെ ബിരിയാണി ക്വീൻ മത്സരം കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അതായത് ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഫൈനൽ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് റൗണ്ടായിട്ടുള്ള ക്വാർട്ടർ ഫൈനൽസിൻ്റെ ലാസ്റ്റ് റൗണ്ടാണ്. ലാസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ അവസാനത്തെ 4 മത്സരാർത്ഥികൾ, അവരുടെ ക്വാർട്ടർ ഫൈനൽ മത്സരം. അപ്പോൾ ഇത് വളരെ ക്രൂഷ്യലാണ്. കാര്യം ഇത്രയും ദിവസം, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് 3 എപ്പിസോഡ്സ്, ഇന്നും കൂട്ടി ചേർത്ത് 3ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ക്വാർട്ടർ ഫൈനൽസ് മത്സരം നടത്തുന്നത്. 4 പ്രധാനപ്പെട്ട കണ്ടസ്റ്റൻസാണ് ഇന്നും നിങ്ങളുടെ മുന്നിൽ ഈ ബിരിയാണി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. വ്യത്യസ്തമായ പലതരം ബിരിയാണികളുടെ റെസിപ്പീസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും തന്നെ നല്ല റെസ്പോൺസാണ് തന്നുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്കും ശരിക്കും പറഞ്ഞാൽ ഇതൊരു വളരെ പുതുമയുള്ളൊരു അനുഭവമാണ്. അപ്പോൾ ഇത്തരം വിശേഷങ്ങളാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരവും വളരെ ഗംഭീരമായിരിക്കും. നിങ്ങൾ കാണുക, ആസ്വദിക്കുക. അപ്പോൾ എന്നോടൊപ്പം ശ്രീ കൃഷ്ണയുണ്ട്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാം. കൃഷ്ണ. ഹലോ. അപ്പോൾ നമ്മുടെ ക്വാർട്ടർ ഫൈനൽസിന്റെ ലാസ്റ്റ് ആണെന്ന് എന്ത് പറയുന്നു കാര്യങ്ങൾ? അയ്യോ ചേച്ചി, ഇഡ്ഡലി ദോശ ഇതെല്ലാം മറന്നുപോയി. ഉച്ചയ്ക്ക് ചോറ് സാമ്പാർ അതും മറന്നുപോയി. വൈകിട്ട് ചപ്പാത്തി ദോശ എല്ലാം മറന്നുപോയി. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയും ബിരിയാണി. ഇതിനപ്പുറം എന്ത് പറയാനാ ഞാൻ? ബിരിയാണി കഴിച്ച് നമ്മൾ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. എന്താ പറയുന്നത്? ബിരിയാണി അല്ലേ? സത്യം പറഞ്ഞാൽ അടിപൊളി ബിരിയാണീസാണ് ഇവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും നമുക്കൊരു 4 ബിരിയാണി കാണാം. അപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസ് ഹലോ, ഹായ്. എൻ്റെ പേര് നദീറ ഹനീഫ. ഞാൻ മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിൽ നിന്ന് വരുന്നു. ഞാൻ സെക്കൻഡ് റൗണ്ടിലേക്ക് ആണ് മത്സരിക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഹൈദരാബാദി ബിരിയാണിയാണ്. ഫിറ റൈസ് കൊണ്ടാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ? നമുക്ക് അരി പൊട്ടിച്ച് വെള്ളത്തിലിട്ട് വെക്കാം. 2 ഗ്ലാസ് അരിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പാലൊന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് കുങ്കുമപ്പൊടി ഇട്ട് കൊടുക്കാം. പാല് ചൂടായിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ചിക്കൻ മസാലയ്ക്കുള്ള ഉള്ളി വറുത്തെടുക്കാം. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് വറുക്കാനുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്കുള്ള ചിക്കന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുനാരങ്ങ നീര്, മല്ലിച്ചപ്പ്, പുതിനയില, പച്ചമുളക്, സ്പെഷ്യലായി പൊടിച്ച ഗരം മസാല നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഉള്ളി മുട്ട ഇടാണ്ട്. അപ്പോൾ അതിന് മുമ്പൊന്ന് മിക്സ് ആയിക്കോട്ടെ.
സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലൊരു കോരി വെക്കാം. നന്നായി സവാള വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കാം. ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് പോരാ. നമുക്ക് ചിക്കനിലേക്കുള്ള ഉള്ളി ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. നമുക്കത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ച ഉള്ളിയിലെ എണ്ണ 2 സ്പൂണ് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് അരി വേവിക്കാൻ ആദ്യം 2 സ്പൂൺ നെയ്യൊഴിച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പു വെള്ളം ഒഴിച്ച് കൊടുക്കും. അരി ഊറ്റാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കും. 2 ബേ ലീഫ് ഇട്ട് കൊടുക്കും. ഈ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. യെസ്, നമ്മുടെ ക്വാർട്ടർ ഫൈനലിസ്റ്റുകൾ, അതായത് തേർഡ് ബാച്ച്, ലാസ്റ്റ് ബാച്ച്. സ്റ്റീമൊക്കെ വെളി വന്നോണ്ടിരിക്കുകയാണ്. ദമ്മിട്ടോ? ദമ്മിട്ട് റെഡിയാക്കി. അരി ഒന്നും കൂടെ വേവാണ്ട്. കൂടെ എന്ത് ബിരിയാണിയാണ്? വിച്ച് സ്റ്റൈൽ? ഞാൻ ചേച്ചിൻ്റെ പിന്നെ ഹൈദരാബാദി ബിരിയാണിയാണ്. അതേമാതിരി എഴുതിയെടുത്ത് കൊടുക്കുന്നതാണ് ഞാൻ. അത് നല്ല ഇഷ്ടമായി. അപ്പോൾ എനിക്ക് ഞാൻ അപ്പോൾ ചേച്ചിൻ്റെ റെസിപ്പി എടുത്തുണ്ടാക്കിയാണ്. സ്പെഷ്യൽ മസാല ഒക്കെ ഉണ്ടാക്കി. പിന്നെ എങ്ങനെ എന്ത് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ? അതായത് ഈ ഒരു റൗണ്ടിൽ എത്തിയതിൻ്റെ ഒരു സന്തോഷം, ക്വാർട്ടറിൽ എത്തും. എന്താ പറയുക, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എത്തുന്നുള്ളത്. പക്ഷേ ചേച്ചിൻ്റെ മുന്നിൽ ഞാൻ ചെയ്ത് വിജയിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായി. മാഷാ അല്ലാഹ്. ഞാൻ വീട്ടിൽ അവരൊക്കെ അറിയിച്ചപ്പോൾ അവരൊക്കെ ഫ്രണ്ട്സുകളെല്ലാവരും ഹാപ്പിയായി. എല്ലാവർക്കും സന്തോഷമാണ്. പിന്നെ എന്നോട് പ്രത്യേകിച്ച് എനിക്ക് ഞങ്ങൾ കുറേ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. റേഡിയോ ശ്രോതാവാണ്. ഒരുപാട് റേഡിയോ ശ്രോതാക്കളുണ്ട്. അവരൊക്കെ പറഞ്ഞ് പ്രത്യേകം അന്വേഷണം പറയണമെന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ അന്വേഷണം പറയണമെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഒരു ഹായ്. താങ്ക് യു, താങ്ക് യു. ഫസ്റ്റ് റൗണ്ടാണ് എളുപ്പം, സെക്കൻഡ് റൗണ്ടാണ് എളുപ്പം? എന്ത് തോന്നി? ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ക്യാമറ മുന്നിൽ വെച്ചിട്ട് ആദ്യമായിട്ടാണ് പാചകം ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്ത് 2ാം റൗണ്ട് ഹൈദരാബാദി പറഞ്ഞപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നാലും ഞാൻ നമുക്കൊരു അവസരം കിട്ടിയല്ലേ, അത് നന്നായി ചെയ്യാന്ന് മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ റൈസ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊരിയെടുക്കണം. നേരത്തെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കന് അടുപ്പത്ത് വെച്ച് വേവിച്ച് ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ദമ്മിടാം. ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് ചൂടാൻ ശേഷം നമ്മൾ നെയ്യ് ഒഴിച്ചതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ ചിക്കൻ ഗ്രേവി ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാലിൽ കുങ്കുമം ഒഴിച്ച് കൊടുത്ത് മല്ലിച്ചപ്പ് ഇട്ടിട്ട് പിന്നെ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം കുങ്കുമ ഒഴിച്ച് കൊടുത്ത് ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുത്ത് നമുക്ക് ദം ചെയ്യാം. ആദ്യം നമുക്ക് ഇതിലേക്ക് നെയ്യ് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് റൈസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഇതൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള റൈസ് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം മുകളിൽ. ഇത് സ്പെഷ്യൽ മസാല, ഗരം മസാല ഇട്ട് കൊടുക്കാം. കുങ്കുമപ്പൂവും പാലും വെച്ചത് ഒഴിച്ച് കൊടുക്കാം. കളറ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഫോയിൽ പേപ്പർ കൊണ്ട് അങ്ങനെ ഫിറ റൈസിൻ്റെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ദമ്മിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമ്മുടെ കണ്ടസ്റ്റൻസിനെ വിസിറ്റ് ചെയ്യുന്നു. യെസ്,
ഫൈനൽ സ്റ്റേജ് ദമ്മിട്ടു. ദമ്മിട്ടു. അതെ. ആശ്വാസമായി. എത്ര നേരം? ഇപ്പോൾ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ഉണ്ടാവും. ടൈമിൻ്റെ 15 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാം സെറ്റായി തോന്നുന്നു അല്ലേ? എല്ലാം ഹാപ്പി set, happy. കോൺഫിഡൻറ്റ്. കോൺഫിഡൻറ്റ്. കത്തി കണ്ടാ കോൺഫിഡൻറ്റ് കാണിച്ചിരിക്കുന്നോട്ട് ചേച്ചി. അല്ല, അറിയാതെ കൈ കയറി പോയത്. ദം പൊട്ടിക്കാൻ പോകുന്നു. നമുക്ക് ഇത് സെർവ് ചെയ്യാം. ഹായ്, ഞാൻ ജസീമ മുബഷീർ, കാലിക്കറ്റ് ചെറുപ്പ. ബിരിയാണിക്കിൻ്റെ സെക്കൻഡ് റൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫിറയുടെ ബസ്മതി റൈസ് വെച്ചിട്ട് മൈസൂർ മുസ്ലിം ഷാദി ബിരിയാണിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ആദ്യം പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കുകയാണ്. പാൻ ചൂടായതിനു ശേഷം നമുക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഓടുന്ന സമയത്ത് നമുക്ക് നമ്മൾ ബസ്മതി റൈസ് ഒന്ന് കുതിരാൻ വെക്കാം. സവാളിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മസാല പൊടി ചേർക്കാം. മുളക് പൊടിയാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. ഇതിലോട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മളിനി ഇതിലോട്ട് ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഇറക്കി വെക്കുക. നമുക്ക് റൈസ് കുക്ക് ചെയ്യാം. വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചതാണ്. തിളച്ചതിന് ശേഷം നമുക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഇടാം. അതിനുശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അരി വേവിച്ചെടുക്കണം. പട്ട ഗ്രാമ്പു ഏലക്ക ഇതിലോട്ട് ഇടാണ്. കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. അരി നമ്മൾ കുതിർത്ത് വെച്ച അരി ഇതിനകത്തേക്ക് ഇടാൻ പോവുകയാണ്. ഇതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാണ്. എന്ത് ബിരിയാണിയാണ്? മൈസൂർ മുസ്ലിം ഷാദി ബിരിയാണി. ഓ നൈസ്, കൊള്ളാലോ. അതാരും ചെയ്തില്ല കേട്ടോ ഇതുവരെ. മൈസൂർ എന്നുള്ള പേര് വരുമ്പോൾ തന്നെ ആ ഒരു ആഘോഷത്തിൻ്റെതാണ് അല്ലേ? ഫെസ്റ്റിവൽ ദസറ. ദസറ. അതെ അതെ. അവിടെ കണക്ഷൻ ഉണ്ടോ മൈസൂർ? ആരെങ്കിലും ബിസിനസ് ഉണ്ട് മൈസൂർ. ഓഹോ, ഓക്കെ. എന്ത് ബിസിനസ്സാ? ക്രഷർ. ಕ್ರಷರ್. ಓಕೆ. ಕನ್ನಡ ಬರ್ತಾ ಇದೆಯಾ? ಸ್ವಲ್ಪ ಸ್ವಲ್ಪ അറിയില്ല. അതറിയില്ല. അപ്പൊ അതുകൊണ്ട് മൈസൂർ സ്റ്റൈൽ അല്ലേ? മൈസൂർ കല്യാണ. അതെ അതെ. മൈസൂരിൽ ഫുഡ് ആകുമ്പോൾ ചേച്ചി അതെ അതെ, സത്യം രക്ഷയില്ല. നൈസ് പരിപാടി. റൈസ് ഓക്കെ അല്ലേ? ഈ റൈസിനെ കുറിച്ച് വേവുണ്ട്. അല്ല, പക്ഷെ കുറെ പേർക്കൊക്കെ പെട്ടെന്ന് വേണ്ടല്ലോ. അല്ല, നമുക്ക് കുതിർത്ത് വെക്കാൻ ഒരു കുറച്ചും കൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ അതെ നേരത്തെ. പക്ഷെ നല്ല ലോങ് ഗ്രെയിൻ ആണ്, കുഴയുന്നില്ല. നല്ല ഓ നൈസ്. എന്തായാലും ഇത് ഇതിന്റെ ടെമ്പറേച്ചർ നോക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. അപ്പൊ ഈ ഒരു റൗണ്ടിനെ കുറിച്ച് നേരത്തെ ചോദിച്ചാൽ അതേ ചോദ്യം ചോദിക്കാമല്ലോ. ഫസ്റ്റ് റൗണ്ട് ആണോ സെക്കൻഡ് റൗണ്ട് ആണോ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത്? രണ്ടും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. കോൺഫിഡന്റ് ആയിരിക്കും. അല്ല, ഒരു പുതുതായിട്ടൊരു റെസിപ്പി അല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര ഒരു ടെൻഷൻ തോന്നിയിട്ടില്ല. ആ അതെ, കൈമ റൈസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫിറ റൈസ് ആയതുകൊണ്ട് ഫിറ റൈസ് വെച്ചിട്ട് ചെയ്യും. അത്രേ ഉള്ളൂ വ്യത്യാസം. അതെ. You are familiar with this recipe? അതെ അതെ അതെ. ഓക്കെ, അത് നല്ല കാര്യം അല്ലേ? എളുപ്പമായി. അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല. മറ്റേ ആദ്യത്തെ ആണെങ്കിലും രണ്ടാമത്തെ ആണെങ്കിലും ഓക്കെ ആണ്. ഓക്കെ. ഓ വെരി ഗുഡ്. നമ്മൾ റൈസ് നമ്മൾ വേവിച്ചിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മസാല ഒന്നും കൂടെ ചൂടാക്കിയിട്ട് നമുക്ക് ദം ചെയ്യാം.
നമ്മളെ മസാല ഒന്ന് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ ദമ്മിടാം. മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. മുകളിൽ കുറച്ച് ഗരം മസാലയും വിതറി കൊടുക്കാം. മേലെ കുറച്ച് നല്ല നെയ്യും ചേർത്ത് കൊടുക്കാം. നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്യാം. നമ്മളെ ബിരിയാണി നമ്മൾ ദമ്മ് ചെയ്തു. ഒരു 15 മിനിറ്റ് ദമ്മിൽ കിടക്കട്ടെ. ഓൾറെഡി സെറ്റാ മൈസൂർ സ്പെഷ്യൽ ബിരിയാണി, കല്യാണ ബിരിയാണി. അതെ, ദമ്മിലാക്കി. എല്ലാവരും ദമ്മാണ് കേട്ടോ, എല്ലാം ദമ്മാക്കി കഴിഞ്ഞു. ഓക്കെ, ഇനി ഞങ്ങളൊന്ന് കഴിച്ചാൽ മതി അല്ലേ? അതെ. യെസ്, ചൂടൊക്കെ ഇങ്ങനെ ഓക്കെ അല്ലേ? സ്ഥിരം ചെയ്യാറുണ്ടോ? ഇൻഡക്ഷൻ കുക്കറിൽ ഉണ്ടാക്കാറുണ്ടോ? വീട്ടിൽ ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്. അതാണ് പക്ഷെ ബിരിയാണി വെച്ച് ഇവിടെ ഇൻഡക്ഷൻ കുക്കറാന്ന് പറഞ്ഞതുകൊണ്ട് വീട്ടിൽ നിന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കി. ട്രൈ നോക്കി. അതെ, അത് വേണമല്ലോ ഉണ്ടായില്ല. അപ്പോൾ ദാറ്റ്സ് ഗുഡ്, നൈസ്. നമുക്ക് ദമ്മ പൊട്ടിക്കാം. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളെ ഫിറ ബസ്മതി റൈസ് കൊണ്ടുണ്ടാക്കിയ മൈസൂർ മുസ്ലിം കല്യാണ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ പേര് റഫീന റഫീഖ്, തലശ്ശേരിയിൽ നിന്ന് വരുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. ഫിറ ബസ്മതി റൈസ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ചിക്കനിൽ ആദ്യം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നെയ്യ്, കുറച്ച് ഓയിൽ എന്നിവ ചേർത്ത് നന്നായി കുഴച്ച് വെക്കുക. ഹൈദരാബാദി മസാലയ്ക്ക് വേണ്ട സ്പൈസസ് ഒന്ന് ചെറുതായി വറുത്തെടുക്കാം. ഉള്ളി ഫ്രൈ ചെയ്യാനായി ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഉള്ളി ചേർക്കുക. ചൂടാക്കി വെച്ച് സ്പൈസസ് ഒന്ന് പൊടിച്ചെടുക്കാം. ബാക്കിയുള്ള ഉള്ളി കൂടി വറുത്തെടുക്കാം. ഈ നേരം കൊണ്ട് പൊടിച്ച് വെച്ച മസാല പൗഡർ ചിക്കനിൽ ചേർക്കാം. ഈ എണ്ണയിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും വറുത്ത് വരാം. റൈസിൻസ് ആഡ് ചെയ്യുക, വറുത്ത് വരാം. റൈസ് വെക്കാനുള്ള വെള്ളം എടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമായ ബേ ലീഫ്, സ്റ്റാർ, കുറച്ച് കുരുമുളക്, പട്ട എന്നിവ ചേർക്കുക. കുറച്ച് ഓയിൽ മൂടി വെക്കുക. നമുക്കിനി ചിക്കൻ വേവിച്ചെടുക്കാം. ഇതിലേക്ക് പുതിന ഇല ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് 3 ഡ്രൈ പ്ലംസ് ചേർക്കുക. ശേഷം നന്നായി മിക്സ് ചെയ്യുക. അടച്ചു വെച്ച് വേവിക്കാം.
ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. നന്നായി വഴറ്റിയെടുക്കുക. ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കുക. തക്കാളി നന്നായി വഴന്ന് വരണം. തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിലാവുന്നത് വരെ വഴറ്റുക. നന്നായി മിക്സ് ചെയ്ത് ഇത് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം നന്നായി വെട്ടിത്തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി ചേർക്കാം. അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ അരി ഒരു 90% വെന്തിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. കൂടുതൽ വെന്തു പോകാതിരിക്കാനായി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. യെസ്, ഇവിടെ എന്തായി? ഇവിടെ എന്ത് ബിരിയാണിയാണ്? ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. ഓക്കെ, ഹൈദരാബാദി. വെരി ഗുഡ്. എത്ര ഹൈദരാബാദി ആണെന്നറിയോ? ഗുഡ്. ഒരു കോഴി മുഴുവൻ എടുത്തല്ലേ? ആ അതെ, 1 കിലോ പൊടി ഇവിടെ വെച്ചിരിക്കുവാണേ. ആ പിന്നെ ഒരു മാറ്റങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച്, അല്ലേ? ഹൈദരാബാദി ഒത്തൻറ്റിക് ആണോ ഫോളോ ചെയ്യുന്നത്? എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ? ഇല്ല, സ്ഥിരം ഉണ്ടാക്കുന്നതാണോ അത്? അതെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല സ്ഥിരമായിട്ട് ബോയിൽ കറക്റ്റ് അല്ലേ? നോക്കണേ തീയുടെ അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ ഈ റൗണ്ടാണോ ഫസ്റ്റ് റൗണ്ട് ആണോ സെക്കൻഡ് റൗണ്ട് ആണോ കുറച്ചുകൂടെ ഈസി ആയിട്ട്? ഈസി ആയിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് അത് സ്ഥിരം ഉണ്ടാക്കുന്നതുകൊണ്ടല്ലേ? അല്ല, ഇതെന്തോ എന്തോ ടെൻഷനോ ഇപ്രാവശ്യം? അതങ്ങനെ ഏയ് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും അങ്ങനെയല്ലേ ഇടയ്ക്കിടയ്ക്ക് ഓക്കെ ഇപ്രാവശ്യം ടെൻഷൻ തോന്നുന്നോ? ചെയ്യുന്ന ബിരിയാണി അല്ലേ സാധാരണയായിട്ട്? ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ അതിൻ്റെ സ്പൈസസ് എല്ലാം വാങ്ങി വറുത്ത് പൊടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് അതെ ചേർത്തതാണ്. അതുകൊണ്ടൊരു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, കറിയോ? ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കുക. വേവിച്ച് വെച്ച റൈസ് ചേർക്കാം. ഇതിൻ്റെ മുകളിൽ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ കിസ്മിസും ചേർക്കുക. കുറച്ച് സവാള ചേർക്കുക. കുറച്ച് മസാലപ്പൊടി ചേർക്കുക. പുതിനയില ചേർക്കുക. വീണ്ടും റൈസ് ചേർക്കുക. അണ്ടിപ്പരിപ്പ് കിസ്മിസ് ചേർക്കുക. പാലിൽ സാഫ്രോൺ ഇട്ട് വെച്ചതാണ്, അത് മുകളിൽ ചേർക്കുക. റോസ് വാട്ടർ ചേർക്കുക. ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ലാസ്റ്റ് സ്റ്റേജ് ദമ്മിലാക്കി. ഇത് ഹൈദരാബാദി ആയിരുന്നല്ലോ അല്ലേ? അതെ, ചിക്കൻ ബിരിയാണി. പേടി പോയോ? ആ പോയി. തുടക്കത്തിൽ ടെൻഷനായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയി. ഉണ്ടാക്കുന്നതൊക്കെ നന്നാവുന്നുണ്ട്. വെറുതെ പേടിയൊക്കെ. അങ്ങനെ ഫിറ ബസ്മതി റൈസ് കൊണ്ടുള്ള ഹൈദരാബാദി ചിക്കൻ ബിരിയാണി തയ്യാറായിരിക്കുകയാണ്. ഹായ്, ഞാൻ ഹബീബ സുബൈർ, കാലിക്കറ്റ് തിരുവമ്പാടി. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. ഫിറ ബസ്മതി റൈസ് കൊണ്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചിക്കനിൽ നമ്മൾ ആഡ് ചെയ്തത് തൈര്, 2 ടീസ്പൂൺ തൈര്, 2 ടീസ്പൂൺ പാല്, ഇച്ചിരി സാഫ്രോൺ, മല്ലിയില, പുതിനയില അരച്ചത്. പാൻ അടുപ്പിൽ വെച്ച് നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ സവാള ഇട്ട് പൊരിച്ചെടുക്കണം.
ഒരു പാൻ വെച്ച് അതിൽ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് റൈസ് ഇടാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, സാജീരം ഇതൊരു 60% വേവാകുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. മാരിനേഷൻ ചെയ്ത ചിക്കൻ നമുക്ക് ഈ സവാള വഴറ്റിയ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ പകുതി മാറ്റി വെച്ച സവാള വറുത്ത് കോരി മാറ്റിയത് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ശകലം മല്ലിയില നന്നായി മിക്സ് ചെയ്യുക. റൈസ് ഒരു 60% വേവാകുമ്പോൾ നമുക്കിത് ഊറ്റി മാറ്റി വെക്കാം. നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. മസാലയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. സാഫ്രോൺ ഒഴിച്ച ഇച്ചിരി പാലൊഴിച്ചു കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ശകലം നാരങ്ങാനീരും ഒഴിച്ചു കൊടുക്കും. ഇവിടെ കഴിയാറായോ? ആ, സോ ഫാസ്റ്റ്, വെരി ഗുഡ്. ഇനി ദം ചെയ്യാനുണ്ട്. ദം ചെയ്യാനുണ്ട്. റൈസ് റെഡിയാക്കി വെച്ചു. റൈസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ. ആ, നല്ല അഭിപ്രായം. കാണുമ്പോൾ നല്ല അഭിപ്രായമാണ്. അത് റെഡിയാക്കി വെച്ചിരിക്കുന്നു. സിറ റൈസ്, ഓക്കെ, സിറ ബസ്മതി. പിന്നെ എന്ത് ബിരിയാണിയാണ്? ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി. 1, 2 അവിടെ ഒരാള് 3 3 ഹൈദരാബാദി ബിരിയാണി. പിന്നെ ലാസ്റ്റ് റൗണ്ടിൽ മൈസൂർ. അത് മൈസൂർ. ലാസ്റ്റ് റൗണ്ട് ഉണ്ടായിരുന്നു, അതിന് മുന്നത്തെ റൗണ്ടിലും ഉണ്ടായിരുന്നു. ലാസ്റ്റ് റൗണ്ടിൽ 2 പേരുണ്ടായിരുന്നു, അതിന് മുന്നേ 2 പേരുണ്ടായിരുന്നു അല്ലേ? ഹൈദരാബാദി. എല്ലാവരുടെ ഏറ്റവും ഒരു കോമൺ നമ്മുടെ കേരളത്തിലെ ബിരിയാണികൾ കഴിഞ്ഞാൽ പിന്നെ ഹൈദരാബാദിയാണ് മോസ്റ്റ്ലി ചെയ്യുന്നത്. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഈ റൗണ്ട് ഓക്കെയാണോ? ഓക്കെയാണ്. ഫസ്റ്റ് റൗണ്ട് ആണോ സെക്കൻഡ് റൗണ്ട് ആണോ? ഇതാണ് സിമ്പിള്. ഇതാണ് കുറച്ചുകൂടെ സിമ്പിൾ. ഓ, അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? നമ്മുടെ ബിരിയാണിയേക്കാളും എനിക്ക് സിമ്പിളായിട്ട് എളുപ്പത്തിന് ഇതാണ്. സ്പൈസസ് എല്ലാം അങ്ങനെയാണോ അതോ? അല്ല, ഇത് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണോ? ഓ, ഹോം ഷെഫാണോ? ഹോം ഷെഫ്. ആ, അതെ. അപ്പോൾ ഇത് ഓർഡേഴ്സ് എടുക്കുന്ന ആളാണോ ഇതൊക്കെ? ഓർഡേഴ്സ് എടുക്കാറുണ്ട്. ഹൈദരാബാദിൽ നിന്നും എടുക്കാറുണ്ട്. നമ്മളെ കേരളത്തിൽ കൂടുതലും കേരളത്തിൽ. ഓക്കെ. അപ്പോൾ ഇത് തന്നെ ചൂസ് ചെയ്യാൻ കാര്യം എന്താണ്? അതർ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ ഹൈദരാബാദിൽ ഞാൻ ഇടയ്ക്കൊക്കെ വീട്ടിലുണ്ടാക്കുന്നതാണ്. കുറച്ച് പരിചയമാണ്. ആ പച്ചമുളക് ഫുള്ളായിട്ട് ഇട്ടിരിക്കുകയാണോ അതോ കട്ട് ചെയ്ത്? ഫുള്ളായിട്ട് ഇട്ടിരിക്കും. നമ്മൾ ദം ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ മേളിലോട്ട് റൈസ് ഇട്ട് കൊടുക്കും. ലെയറായിട്ട് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച ഉള്ളി, കാഷ്യൂ, മല്ലിയില, ഇതിലേക്ക് സാഫ്രോൺ വെച്ച ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്താൽ ശകലം നെയ്യ് മേലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പതിനഞ്ച് മിനിറ്റ് നമ്മൾ അടച്ചു വെക്കാം. ഉരുളി നമ്മുടെ 4ാമത്തെ ഗ്രൂപ്പ് ലാസ്റ്റാണ് റെഡി. അയ്യോ, അടച്ചോളൂ. ദമ്മല്ലേ? കുങ്കുമപ്പൂവൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതും ഹൈദരാബാദി ആയിരുന്നല്ലോ അല്ലേ? ഹൈദരാബാദ്. ഇനി എത്ര നേരം കൂടെ വേണം? 15 മിനിറ്റാണ്. 5 മിനിറ്റ് മതി. അപ്പോൾ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി റെഡി. സിറ ബസുമതി റൈസിൻ്റെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. ഓക്കെ,
ക്വാർട്ടർ ഫൈനലിൻ്റെ മൂന്നാമത്തെ ഗ്രൂപ്പ്, തേർഡ് ആൻഡ് ദ ലാസ്റ്റ് ഗ്രൂപ്പ്. യെസ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് തീരുമാനത്തിലെത്താം ആരൊക്കെയാണ് അടുത്ത റൗണ്ടിലേക്ക് കയറിയിരിക്കുന്നത്. 8 പേർ. ഓക്കെ, അപ്പോൾ റെഡി? റെഡി. 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 സന്തോഷം. വിളിക്കാം വിളിച്ചു അല്ലേ? തുടങ്ങാം. Yeah. റഫീന റഫീഖ്. ഹൈദരാബാദി ആയിരുന്നല്ലോ അല്ലേ? അതെ ഹൈദരാബാദ് ബിരിയാണി. ഇപ്പോൾ എല്ലാ ടെൻഷനും ഒക്കെ മാറി ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയം. ഓക്കെ, നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് അല്ലേ? അതെ അപ്പം നമ്മൾ ജസ്റ്റ് ആ പ്ലം അതൊക്കെ ഇട്ടിട്ടുണ്ട്. അതെ. ഓക്കെ. ഇതൊക്കെ കറക്റ്റാ. പീസസ് നല്ല റിച്ച് അല്ലേ? ടേസ്റ്റ്. Yeah, salt. ചിക്കൻ ഇസ് ഗുഡ് അല്ലേ? ആ മസാല ശരിക്കും ചിക്കനിൽ ഇറങ്ങിയിട്ടുണ്ട്. നല്ല പിടിച്ചിട്ടുണ്ട്. It's good. Thank you. Good effort. It's good. Thank you. അടിപൊളി ബിരിയാണികൾ കഴിച്ച് enjoying this session actually. കുറച്ച് നാളത്തേക്ക് ഇനി ബിരിയാണി വേണ്ട വെച്ചു. അതെ, അതിനു വേണ്ടി കഴിച്ചു കഴിഞ്ഞു. ബിരിയാണികൾ കഴിച്ച് വെറൈറ്റീസ്. വേറെ ലെവലാണ്. യെസ്. അടുത്ത ആളെ വിളിക്കാം. Yeah. ഹബീബ. ഇതും ഹൈദരാബാദി ആയിരുന്നല്ലോ അല്ലേ? ക്രഞ്ചി സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പീസസും കൂടി നോക്കാം. കൊള്ളാട്ടോ, നന്നായിട്ടു. എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ച് അങ്ങനെയൊന്നുമില്ല. ഒരു എക്സ്പ്രഷൻ. പീസ് നന്നായിട്ടുണ്ടോ? പീസിലൊക്കെ പിടിച്ചിട്ടുണ്ട്, എല്ലാം നല്ല വെന്തിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. അടുത്ത ആളെ വിളിച്ചാലോ? യെസ്, നദീര പി കെ.
റീറാപ്പിക്ക് ഇത് ഫേവറേറ്റ് റെസിപ്പി അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഫേവർ റെസിപ്പി മനസ്സിലായില്ല. അതായത് ഇഷ്ടപ്പെട്ട ഒരു ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഇതിനു മുന്നേ? ഇല്ല, ആദ്യമായിട്ട് മാമിന്റെ റെസിപ്പി കണ്ടിട്ട് പഠിച്ചു വെച്ചു. വീട്ടിലുണ്ടാകാൻ വിചാരിച്ചു. ആണോ? പിന്നെ എങ്ങനെ മനസ്സിലായി അതൊക്കെ നല്ലതാണ്? ഒരു അല്ലേ? ഇല്ലല്ല, ഉണ്ടാക്കി എനിക്ക് അതിൽ ഇഷ്ടമായി തോന്നി. ഓഹോ, ഇത് ചേച്ചി തന്നെ പറയുന്ന കറക്റ്റ്. അതെ അതെ. ഉണ്ടാക്കി നോക്കിയിരുന്നോ വീട്ടില്? ഒരു പ്രാവശ്യം ഉണ്ടാക്കി. പക്ഷെ ഇത് ഉണ്ടാക്കുമ്പോഴും നല്ല രസമായിരുന്നു കേട്ടോ. മേക്കിംഗ് അല്ലേ? റൈസ് ചിക്കനൊക്കെ ചെറിയ സൂപ്പറാണ്. ചെറിയ കഷ്ണമായ പുളിയൊക്കെ പൊടിക്കുള്ളൂ. കൊള്ളാം, നന്നായിട്ട് വന്നിട്ടുണ്ട്. ജ്യൂസി ഉണ്ട്. ഞാൻ നല്ലിക്കായിരുന്നു എന്നെ ലോക്കാക്കിയ കാര്യം. അല്ലല്ല, എന്റെ റെസിപ്പി എടുത്തിട്ട് ഞാനിനി അതിനെ കുറിച്ച് എന്ത് അല്ലല്ല, എനിക്ക് തോന്നി അല്ല, ഞാനുണ്ടല്ലോ. ഈ റെസിപ്പി ഇഷ്ടമായി. അപ്പൊ ഉണ്ടാക്കി. ചേച്ചി കിട്ടി ഒന്നും കൂടെ ഞാൻ കഴിയും. എനിക്കൊരു ഇച്ചിരി ഉപ്പ് കൂടി ആവാന്ന് തോന്നുന്നു. മസാല ഉപ്പ് കുറച്ചുകൂടി ആവാം. വേറുണ്ടാച്ചിട്ട് ഇടായി. അപ്പൊ തോന്നി മസാല എല്ലാം തിളക്കിയിട്ട് മസാല പാകത്തിന് ഇട്ടുള്ളൂ. കുറച്ച് വൈറ്റ് റൈസും കൂടെ കൂട്ടി വളഞ്ഞു. നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. മാഷാ ജസീമ മുബാഷിർ. ജസീമ അല്ലേ? ജസീമ. അങ്ങനെ 3 പിന്നെ നമ്മുടെ ഹൈദരാബാദി ബിരിയാണികൾക്കിടയിൽ ഒരു ആശ്വാസമായിട്ട് ഒരു പുതിയ ബിരിയാണി വരുന്നു. പേര് തന്നെ പറയും, മൈസൂർ. യെസ്, സംതിങ് ഡിഫറെന്റ്. വിചാരിച്ച പോലെ തന്നെ വന്നില്ല അല്ലേ? ഫൈനൽ കുഴപ്പമില്ല. ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. നല്ല പീസസ് ഒക്കെ നല്ല സോഫ്റ്റ് ആൻഡ് ഇളകി വരുന്നു. നോക്കട്ടെ. നല്ല ഫ്ലേവർ, നൈസ്, വെരി നൈസ്. ചേച്ചി അവരുടെ റേറ്റൊക്കെ ഒരു സ്പെഷ്യലൈസ്ഡ് ഉണ്ട്. സ്പെഷ്യലാണ് അല്ലേ? അതെ, എന്തൊക്കെയാണത്? അത് അവരുടെ റേറ്റ് കസൂരി മേത്തി ആഡ് ചെയ്യും ഇതിൽ. ഓ, കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യും. ഡിഫറെൻറ്റ്. എനിക്കിതിൻ്റെ തക്കാളി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഹസ്ബൻഡിനും കൂടുതൽ ഇഷ്ടമാണ് അതുപോലെ തക്കാളി. കാരണം ബാംഗ്ലൂരും മൈസൂരിലൊക്കെ കഴിക്കുമ്പോൾ തക്കാളി ഒരു ആ റൈസായിട്ട് അലിയുന്നൊരു സംഭവമുണ്ട്. ഗുഡ്. ആൻഡ് യുവർ പുതിന. നൈസ് കോംബോ, അടിപൊളി. എന്തൊക്കെയുണ്ട്? ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിന, പിന്നെ തൈര്. പച്ചമുളക്, ഇഞ്ചി. ഓക്കെ, നന്നായിട്ടുണ്ട്. സന്തോഷമായി. ഓക്കെ, താങ്ക് യു. ഹാപ്പി. താങ്ക് യു. അങ്ങനെ സ്വാദിഷ്ടമായ 4 ബിരിയാണികൾ. ഹൈദരാബാദി ബിരിയാണി 3 തരം, മൈസൂർ ബിരിയാണി ഒരു തരം. മൈസൂർ ഒന്നും പറയാനില്ല ആക്ച്വലി പറഞ്ഞാൽ. എല്ലാവരുടെയും നല്ലതായിരുന്നു, ഗംഭീരമായിരുന്നു. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ പറയുന്ന പോലെ ഇനി ഞങ്ങളുടെ ഒരു ടഫ് ജോബിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 1, 2, 3 ഈ 3 ഗ്രൂപ്പിൻ്റെയും
ഇവാലുവേഷൻ ക്വാർട്ടർ ഫൈനൽസിൻ്റെ നടത്താൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് അവരുടെയൊക്കെ മാർക്ക് നോക്കി, നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ട് മൂന്ന് ഗ്രൂപ്പിനെയും വിളിച്ചിട്ട് ആൻഡ് വിൽ ഫൈനലി അനൗൺസ് ദി സെലക്റ്റഡ് പീപ്പിൾ ആരൊക്കെയാണെന്ന് അറിയാം. കുറച്ച് നേരത്തെ ടെൻഷന് ശേഷം കാര്യങ്ങളാണ്. ഓക്കെ, എന്തൊക്കെയാണ്? അങ്ങനെ മനോഹരമായ 3 എപ്പിസോഡ്സ് അവരുടെ ക്വാർട്ടർ ഫൈനൽസിൻ്റെത് കഴിഞ്ഞു. ആ 12 കണ്ടസ്റ്റൻസും ഇവിടെ ഉണ്ട്. എല്ലാവരെയും ഒന്നിച്ച് കാണുകയാണ് നമ്മൾ വീണ്ടും. അപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങളെ 3 എപ്പിസോഡ്സിലായിട്ടാണ്, ഒന്നിച്ചല്ലല്ലോ. നിങ്ങൾ സെലക്റ്റഡ് ആയപ്പോൾ ഒന്നിച്ച് കണ്ടു, പിന്നെ 3 ദിവസമായിട്ട് കണ്ടു. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ ആരൊക്കെ ഏതൊക്കെയെന്നൊരു കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ഒരുമിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് കാണും. നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് വീണ്ടും കാണുകയാണ്. പല സമയത്തല്ലേ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ ചിരിയൊക്കെ പൊടിക്ക് കുറഞ്ഞോന്നൊരു സംശയം, എനർജി ലെവൽ താഴോട്ട് പോയി. ഓക്കെ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. ഈ 3 എപ്പിസോഡിൽ നിന്നായിട്ടാണ് നമ്മൾ 8 കണ്ടസ്റ്റൻസിനെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത റൗണ്ടിലേക്ക് നിങ്ങളുടെ ടോട്ടൽ എല്ലാവരുടെയും ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇറ്റ് വാസ് എ വെരി ടഫ് ഒരു ജോബ്. കുറേ നേരം ഞങ്ങൾ ഇരുന്ന് ആലോചിച്ച് വെട്ടി, പിന്നെയും ചേർത്തി, പിന്നെയും വെട്ടി, പിന്നെയും ചേർത്തി. പക്ഷെ ഫൈനലിൽ ഞങ്ങൾ ഉറച്ച തീരുമാനത്തിലെത്തി. അതെ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിങ്ങൾ ഉണ്ടാക്കി തന്ന ഭക്ഷണമൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ച ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ. പക്ഷേ അടുത്ത ലെവലിലേക്ക് വീണ്ടും 12 പേർക്ക് പോകാൻ പറ്റില്ല. ഇത് എവിടെയെങ്കിലും ഒന്ന് അവസാനിക്കണമല്ലോ. അപ്പോൾ അടുത്ത 8 പേർക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് 5 പേരാകും. ആൻഡ് ഫൈനലി 1, 2, 3 അങ്ങനെയാണ് എൻ്റെ ഒരു ഓർഡർ. സോ അതുകൊണ്ട് വളരെ സ്പോർട്ടീവായിട്ട് എടുക്കുക. സെലക്റ്റഡ് ആകാത്ത ആൾക്കാർ ഒരു വിഷമവും ഉണ്ടാകരുത്, ഒരു ദേഷ്യവും ഉണ്ടാകരുത്, സ്പോർട്ടീവായിട്ട് എടുക്കുക. അങ്ങനെയാണ് ഇതിന് മുന്നേ ഉള്ള റൗണ്ട്സിൽ പുറത്തു പോയവരെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ട് സന്തോഷത്തോടു കൂടി ഇനിയും കാണാം എന്നുള്ള ഒരു അടുത്തതിനെ വിളിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളിൽ നിന്നും ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വിളിച്ച് തുടങ്ങാം. യെസ്, ഇതിൽ റാൻഡം ഓർഡറിലാണ്. ഇത് ഓർഡർ 1, 2, 3 റാങ്കിങ് ഒന്നും അല്ല, സെക്കൻഡ് തേർഡ് ഒന്നും അല്ല, ജസ്റ്റ് വിളിച്ചു പോണു. ഈ ആൾക്കാരാണ് സെലക്ട് ആയിരിക്കുന്നത്. ഞാൻ ഒരാളെ വിളിക്കാം, രണ്ടാമത്തെ ആളെ ഓക്കെ കൃഷ്ണ വിളിക്കുന്നു. ഓക്കെ, ഫൗസിയ മുസ്തഫ. യെസ്, അടുത്ത രണ്ടാമത്തെ ജഷീല യസീദ്. മൂന്നാമത്തെ ആള് ഹസീന ഹനീഫ്. കൽക്കട്ട ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയത് ഒത്തന്റിക്. ഷബാന ഫറൂഖ്. ഇനി അഞ്ചാമത്തെ ആള് എല്ലാവരും എക്സ്പെക്ട് ചെയ്ത ഒരാൾ തന്നെയാണ്. പറയാവോ? കറക്റ്റ്, ഫെമി മുനീർ. കറക്റ്റ്. അടുത്ത ആള്, ആറാമത്തെ ആള് റഫീന റഫീഖ്. ഒരുപാട് പേടിച്ചു, ടെൻഷൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും ഇതിൽ കണ്ടില്ല. അതെ, ജസീമ മുബാഷിർ. മൈസൂർ ബിരിയാണിയുടെ ആള് തക്കാളി. ഇനി ഒരാളും കൂടിയുണ്ട്. അങ്ങനെ 8 ആകും. ആരായിരിക്കും ഞാൻ ചോദിക്കില്ല കേട്ടോ. അങ്ങനെ വേണ്ട. അപ്പൊ ഞാൻ വായിക്കുകയാണ്. നദീര PK. ഹാപ്പി, വെരി ഹാപ്പി. അപ്പോൾ സെലക്റ്റഡ് ആയവർക്കെല്ലാം സന്തോഷം തന്നെയാണ്, അതറിയാം. സെലക്റ്റഡ് ആകാത്തവരും വളരെ സ്പോർട്ടീവാണ്. എനിക്ക് നിങ്ങളെക്കുറിച്ച് നല്ല എക്സ്പെക്റ്റേഷൻസ് ആണ്. അങ്ങനെയാണ് ഈ ഒരു ഗ്രൂപ്പ് അങ്ങനെയാണ്. സോ വി ആർ ഓൾ വെരി ഹാപ്പി വിത്ത് യു. പിന്നെ നമ്മൾ ഒരുപാട് കോമ്പറ്റീഷൻസ് നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ ആദ്യം തൊട്ട് പറയുന്നുണ്ട്. ഒരു ക്ലാസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. വളരെ നല്ല ഇതിലാണ് എടുക്കുന്നത്, വളരെ സ്പോർട്ടീവായിട്ട്. അതുകൊണ്ട് വളരെ സന്തോഷം. താങ്ക് യു ഓൾ ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് ഇപ്പോൾ അടുത്ത ഇതിലേക്ക് പോകാത്ത ആൾക്കാർക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പ്ലീസ് ടു കം. ഇത് മിൽമയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ്. യെസ്, ആൻഡ് ഫിദ
റൈസ്. താങ്ക് യു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഇനിയുള്ള കാര്യങ്ങളിൽ. ഓക്കെ, താങ്ക് യു. മിൽമയുടെ ഗിഫ്റ്റും ബസ്മതി റൈസ്. ഇതിലെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്ക് കിട്ടിയാലും നിങ്ങൾക്ക് സന്തോഷമാണ്. ശരിയല്ലേ? അതെ, അതാണ് സ്വന്തമായിട്ട് വിൻ ചെയ്യണ പോലെയാണ്. നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ വേറെ ആൾക്കാർ കയറിയിട്ടുണ്ട് അല്ലേ? ആ, അതല്ലേ. അപ്പോൾ ഇതൊക്കെ വളരെ സന്തോഷമുള്ള ഒരു ദിവസം, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ ഇന്നത്തോടു കൂടി ഈ ഒരു ക്വാർട്ടർ ഫൈനൽ അവസാനിച്ചു. അതിൻ്റെ റിസൾട്ടുമായി ഇനി നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് പോകണു. അങ്ങോട്ടേക്ക് ഇനി യെസ്, അതായത് സെമി ഫൈനൽ. 8 പേര് സെമി ഫൈനലിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർ ഇനി കാണാൻ പോകുന്നത്. ഇനി സെമി ഫൈനൽ റൗണ്ട്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. ബിരിയാണി ക്യൂൺ സീഫുഡ് പാർട്ണർ ഫിൻമാർട്ട് ആൻഡ് ഡെൽഫിഷ് ട്രിവാൻഡ്രം. The gift hamper sponsored by Milma. Dr. Lakshmi Nayer's Ornaments Courtesy. Jewel Hut, GH Road, Statue Trivandrum. ആഭരണം ബയാനുരാധ നായർ, ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.